ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യനാണ്. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് എഴുതന്നെ വേണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണോ, 103 ഈ ശ്രേണിയിലെ പദമാണോ, ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 102 ആകുമോ, എന്തുകൊണ്ട്? അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഓരോന്നായി ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാര്യം, 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്ന സംഖ്യകളാണ്. ആലോചിക്കാം. 6നെ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 7നെ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 2 അല്ലേ. അപ്പോൾ മിക്ക കുട്ടികളും 7 ആദ്യപദമായിട്ട് എഴുതുക. അടുത്തത് 2 ശിഷ്ടം വരുന്നത് 10 കൊണ്ട് 5നെ ഹരിച്ചു കഴിഞ്ഞാൽ 0 ശിഷ്ടം. അടുത്തത് 12 അല്ലേ. പിന്നെ 15 കൊണ്ട് ഗുണിതങ്ങൾ നോക്കാം. 15 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 0 ശിഷ്ടം. അപ്പോൾ 17 അടുത്ത പദം. അങ്ങനെ പോവാം. പക്ഷേ ആദ്യത്തെ പദം ശ്രദ്ധിക്കുക, ആദ്യത്തെ പദം 2. കാരണം 2നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 തന്നെ വരും. ഹരണഫലം 0. വേണമെങ്കിൽ ഞാൻ ഹരിച്ച് കാണിച്ചു തരാം. ഞാൻ 2നെ 5 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ഉള്ളിൽ എഴുതും, 5 പുറത്തെഴുതും. ഓക്കെ, 2ൽ എത്ര 5 ഉണ്ട്? 0 തവണ. 0 5 0 അല്ലേ. 2ന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 2 തന്നെ. അപ്പോൾ ശിഷ്ടം എത്ര കിട്ടി? 2. അതായത് 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന ആദ്യത്തെ സംഖ്യ 2. ഇതാണ് ശ്രേണി. അടുത്ത ചോദ്യം, ഈ ശ്രേണി സമാന്തര ശ്രേണിയാണോ? നോക്കി നോക്കാം. അതെ. കാരണം എന്താ? ഇവിടെ ഡി ഉണ്ട്. ഡി എത്രയാണ്? 5. 5 വീതം കൂട്ടി പോവല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, 103 ഈ ശ്രേണിയിലെ പദമാണോ? അതിന് ഉത്തരം കണ്ടെത്താം. ശ്രേണിയിലെ പദമാണോ ചെക്ക് ചെയ്യാൻ, പരിശോധിക്കാൻ എളുപ്പമാണ്. 2 സ്റ്റെപ്പ്. ആദ്യം തന്ന നമ്പറിനെ 103ന് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. 103 പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലമല്ല നമുക്ക് വേണ്ടത്, ശിഷ്ടമാണ് വേണ്ടത്. ഹരിച്ചു നോക്കുക. 103 ഹരിക്കണം 5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിഷ്ടമായിട്ട് കിട്ടുക. ചെയ്താൽ മതി. 20 തവണ മൊത്തമായിട്ട് പോകും. 20 × 5 100. ശിഷ്ടം 3 കിട്ടുക. ഇവിടെ ശിഷ്ടം എന്താണ്? 3. 103 കൊണ്ട് ഹരിക്കുമ്പോൾ ഇനി ശ്രേണിയിൽ ഏതെങ്കിലും ഒരു പദം എടുക്കുക. ഏറ്റവും നല്ലത് 2ാം പദം എടുക്കണതാണ്. അപ്പോൾ അതിന് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. നമുക്കറിയാം 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളാണ്. അപ്പോൾ 7നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമാണ് വേണ്ടത്. ശിഷ്ടം എന്താണ്? 2. 2 ശിഷ്ടവും തുല്യമാണോ? അല്ല. അതിൻ്റെ അർത്ഥം എന്താ? ശിഷ്ടം തുല്യമാണെങ്കിൽ നമുക്ക് പദമാണ് എന്ന് എഴുതാം. ശിഷ്ടം തുല്യം അല്ലാത്തതുകൊണ്ട് 103 പദമല്ല എന്ന് എഴുതി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അടുത്തത്, ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 102 ആകുമോ, എന്തുകൊണ്ട്? ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 102 ആകുമെന്ന ചോദ്യം. ഇത് നമ്മൾ മെറ്റീരിയലിൽ ഒരു ആശയം എഴുതിയിട്ടുണ്ട്. ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, 102ന് ഈ ചോദ്യമാണെങ്കിൽ, ഇതാണ് ചോദ്യമെങ്കിൽ തന്ന സംഖ്യേനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 5. ശിഷ്ടം നോക്കുക. ശിഷ്ടം 2 കിട്ടുക. 102നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയുന്നു? പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണെന്ന് പറയായിരുന്നു. ശിഷ്ടം 2 അല്ലേ. അതുകൊണ്ട് വ്യത്യാസം 102 ആവില്ല. പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമല്ല. ഓക്കെ, വ്യത്യാസമാണെങ്കിൽ പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കണം. അത്രയേ ഉള്ളൂ.